ഷാനവാസാണ് ഇപ്പൊ എല്ലാവരെയും കുഴിയിൽ വീഴ്ത്തിയിട്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഷാനവാസിന്റെ അടുത്തായിരിക്കും. കാരണം എവിടെ പോളുകൾ കണ്ടു കഴിഞ്ഞാലും അപ്പാനിക്കും അക്ബറിനും ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എതിരാളി വന്നതാണ് ഷാനവാസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വീക്ക് മാനിപ്പുലേറ്റർ ആണെങ്കിൽ സെക്കൻഡ് വീക്ക് പലരുടെയും ഗെയിം എക്സ്പോസ് ചെയ്യുന്ന ഒരാളായിട്ട് ഷാനവാസ് മാറി. ഇന്ന് അനീഷിന്റെ പുതിയൊരു ഗെയിം കോമണർ കാർഡ് അനീഷ് ഇന്ന് ഇറക്കി. അതിന്റെ ഭാഗമായിട്ടൊന്ന് വീട് മുഴുവൻ തീ കത്തിപ്പിടിക്കുന്ന ലെവലുള്ള ഒരു വേല അനീഷ് ചെയ്ത് വെച്ചിട്ട് കോമണർ കാർഡ് ആ സാധനം പുതുതായിട്ട് അനീഷ് കൊണ്ടുവന്നു. ഷാനവാസ് അപ്പാനിയുടെ ഗെയിമിനെ പുറത്തു കൊണ്ടുവന്നു. മീൻസ് ഷാനവാസും നമ്മുടെ അക്ബറും കൂടി ഉണ്ടായ ഒരു വഴക്കില് ഈ പറയുന്ന അപ്പാനി സത്യം പറഞ്ഞ അവിടെ എന്തിനാണ് നിൽക്കുന്നത്? ഈ അക്ബറിന് എന്തെങ്കിലും താങ്ങി പിടിക്കാനാണോ? കാരണം അക്ബറിന്റെ കേസിൽ മാത്രമാണ് അപ്പാനി വന്ന് ഇടപെടുന്നത്. അനീഷിന്റെ ഇതിൽ രണ്ട് ചാട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അനീഷ് ക്യാപ്റ്റൻ അല്ലാതായതോടുകൂടി അനീഷിന്റെ അടുത്തുള്ള കലിപ്പ് ഒതുങ്ങി. ഇപ്പൊ കലിപ്പ് ഷാനവാസിനാണ്. കാരണം ഷാനവാസാണ് അക്ബറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അപ്പം ഇത് ഡയറക്റ്റ്ലി അപ്പാനി പറയുന്നുണ്ട്, എടാ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല കുരു പൊട്ടിയെന്ന്. അപ്പാനി വന്നിരിക്കുന്നത് അപ്പാനിക്ക് കളിക്കാനാണ്. അത് അക്ബർ വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ നിനക്ക് വേണ്ടി കളി, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പക്ഷെ അപ്പാനി സ്വന്തമായിട്ട് സ്പോയിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സ്വന്തമായിട്ട് കുഴിച്ച് സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് മിഡ് വീക്കിന്റെ കേസ് വന്നു. മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് റൂം ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ആയിരിക്കാം, ഒരു പക്ഷേ രേണു സുധി സീക്രട്ട് റൂമിലേക്ക് പോയേക്കാം. എനിക്ക് എൻ്റെ തോന്നലുകളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ അല്ല, സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇവരൊരു ഡാർക്ക് സോണിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡാർക്ക് സോൺ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇരുട്ടത്തൊന്നും കൊണ്ടിരുത്തത്തില്ലല്ലോ. ലൈറ്റ് ഇല്ല, പിന്നെ എന്താ ശബ്ദമില്ല, ക്യാമറയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സീക്രട്ട് റൂം ആവാനാണ് സാധ്യത. അങ്ങനെ വരുള്ളൂ. കാരണം ഞാൻ അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം ഈ മിഡ് വീക്ക് സസ്പെൻഷനിലൂടെ ആൾക്കാർ എവിക്റ്റ് ആവൂല എന്ന് ഞാൻ 100% ഉറച്ച് പറയുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്കുകൾ, ഈ മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ടാസ്കുകൾ അവർ സ്വന്തമായിട്ട് കൂടിയല്ല കളിക്കുന്നത്. അവർക്ക് വേണ്ടി 2 സഹായികൾ നിന്നാണ് അത് കളിക്കുന്നത്. അപ്പം അവർ പോലും അല്ല, സഹായികൾ നിന്ന് കളിക്കുന്നതുകൊണ്ട് ഒരിക്കലും ആ ടാസ്കിൽ അവർ ജയിച്ചാലും തോറ്റാലും ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകൂല എന്നൊരു സാധനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ സ്വന്തമായിട്ട് കളിച്ച് തോറ്റതാണെങ്കിൽ എന്നെ ബിഗ് ബോസ് പുറത്താക്കിക്കൂടെ. പക്ഷെ എനിക്ക് 2 സഹായിയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് ബിഗ് ബോസ് ആണ്. അപ്പോൾ ബിഗ് ബോസിന് വേണ്ടി 2 സഹായിയെ ഞാൻ തിരഞ്ഞെടുത്തു. അവരാണ് എനിക്ക് വേണ്ടി ഓരോരോ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് കാരണം ഞാൻ ഇപ്പൊ തോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എവിക്റ്റ് ആവില്ല, എവിടെയെങ്കിലും കൊണ്ടിരുത്തിയിട്ട് പിന്നെ കയറ്റിവിടും. അതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അത് നിങ്ങൾ എഴുതി വെച്ചോ, അത് എഴുതി വെച്ചോ. ആ സംഭവത്തിൽ ഒരു മാറ്റവും വരാം. പിന്നെ എന്തിനാണ് ഈ മിഡ് വീക്ക് സസ്പെൻഷൻ കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസം, ഒരു കോണ്ടന്റ്, ഒന്ന് ഭയപ്പെടുത്താൻ ഉപയോഗപ്പെടും കേട്ടോ, ഭയപ്പെടുത്താനായിട്ട് നടക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, മിഡ് വീക്ക് എവിക്ഷനിൽ വന്ന 6 പേരും ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. മിഡ് വീക്ക് എവിക്ഷൻ എന്ന് കേട്ടപ്പോഴേ ആദ്യം എല്ലാവരും പേടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ റെനയും ഷാരികയും ഒനീലും അനീഷും സരികയും രേണു ഒക്കെ ഈ ആഴ്ച രക്ഷപ്പെട്ടടേ, സേവായി മക്കളെ അവരൊക്കെ. അത് നിങ്ങൾ ചിന്തിച്ചോ? കാരണം ഇവർക്ക് സസ്പെൻഷനാണ്. അഥവാ ഇനി ഔട്ടായാലും 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു കയറ്റും, ഒന്നും പറ്റില്ല. അപ്പൊ ഈ ആഴ്ച അവർ സേഫ് ആണ്. ഇവർ ഇത്രയും പേർക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ അവർ സേഫ് ആണ്. അതേസമയം പെട്ടതാരൊക്കെയാ നോമിനേഷനിലുള്ള ശൈത്യ, അപ്പാനി, നെവിൻ, ജിസേല്, അനുമോള്, ബിന്നി, ആദിലാനൂറ, ആര്യൻ, ബിൻസി, ഷാനവാസ്, അക്ബർ, ഇവരാണ് പെട്ടത്. നോമിനേഷനിൽ വന്നവർ സാധാരണയായിട്ട് പെട്ട്. നേരത്തെ മിഡ് വീക്കിലോട്ട് ഈ ആക്റ്റീവ് അല്ലാത്തവരെ പിടിച്ച് മിഡ് വീക്ക് ഇടാനായിട്ടാണ് ബിഗ് ബോസ് നോക്കിയത്. അവസാനം എന്ത് ചെയ്തു? മിഡ് വീക്ക് സംഭവം തൊലഞ്ഞ് റെനയും ഷാരികയും ഒനിയിലും അനീഷും സരികയും രേണുവും കൂടെ വന്നു. ഇതിൽ നിന്ന് 2 എണ്ണം തെറിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാവും എന്നുള്ള ഒരു ഡിസ്കഷൻ വന്നത് കൊണ്ടായിരിക്കാം അതിനെ എന്താക്കി മാറ്റിയത്, മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കി മാറ്റിയത്. എന്തായാലും ആ ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൈറ്റിന്റെ പേരിൽ ഇന്നൊരു ഇഷ്യൂ അനുമോളും ജിസേലും കൂടെ നടക്കുന്നുണ്ട്. ജിസേലിന്റെ വായിന്ന് ചാടിപ്പോകുന്നതാണ്. പക്ഷേ അനുമോൾ അത് വെച്ചൊരു സാധനം കളിക്കുന്നുണ്ട്. അത് ഉള്ളതായിരിക്കാം, ഗെയിം ആയിരിക്കാം. പക്ഷെ അത് അനുമോക്ക് ഇന്ന് നല്ല രീതിക്കുള്ള ഒരു സപ്പോർട്ട് വരാൻ കാരണമാവും. പിന്നെ കഥ പറച്ചിൽ ടാസ്ക് തുടങ്ങി മക്കളെ, തുടങ്ങി. ഇത്തിരി വെറൈറ്റി ഉണ്ട്, കുഴപ്പമില്ല, പെട്ടെന്ന് തീരുന്നുണ്ട്. ജിസേലിന്റെ ഒരു വലിയ ഒരു ഇഷ്യൂ ഇപ്പോഴും ഹൗസിനകത്തുണ്ട്. ജിസേല് സാധനങ്ങൾ ബിഗ് ബോസ് പറഞ്ഞിട്ടും ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും മുഴുവൻ കൊടുത്തിട്ടില്ല. ക്രൂവിൽ നിന്നും ആൾക്കാർ വീട്ടിനകത്ത് കയറി വന്ന് ജിസേലിന്റെ ഇന്ന് സാധനം പിടിച്ചു പറിച്ചുകൊണ്ട് പോയി, എടുത്തുകൊണ്ട് പോയി. ആ ലെവലിന് അന്തമാതിരി അളവ് ഈ ജിസേല് സാധനങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് കൊടുക്കാതെ.
ബിഗ് ബോസ് ചോദിച്ചാൽ പോലും കൊടുക്കുക. ഇത് എന്തൊരു കണ്ടസ്റ്റന്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഭയങ്കരമായ ഒരു വാണിംഗ് കിട്ടും, അതിൽ ഒരു സംശയം വേണ്ട. ഭയങ്കരമായ ഒരു മിക്കവാറും കാർഡായിരിക്കും, യെല്ലോ കാർഡോ സ്ട്രൈക്ക് കാർഡോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കൊടുക്കാനോ അല്ലെങ്കിൽ 2 ആഴ്ച ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ശിക്ഷയെ വരുള്ളൂ. വേറെ ഒരു ശിക്ഷയും ഈ പറയുന്ന ജിസേലിന് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, കാരണം ഇവർ കേൾക്കൂല. അപ്പോൾ വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 ഡേ 9 ഓഗസ്റ്റ് 12 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. നാളത്തെ പ്രൊമോയും കൂടി ഞാൻ വന്നിട്ടുണ്ട്, അതുകൂടെ പറയാം. പ്രൊമോക്കകത്ത് നാളെ കോൾഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക്കാണ്. ആക്ടിവിറ്റി ഏരിയയിൽ ഈ പറയുന്ന 6 മത്സരാർത്ഥികൾക്ക് വേണ്ടി 6 ഫ്രിഡ്ജുകൾ ഉണ്ടാവും. കുറേ സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. പാവകളുണ്ട്, ആക്രി സാധനങ്ങൾ, പെട്ടികൾ, കളിപ്പാട്ടങ്ങൾ, കുറേ സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ, ബാഗുകൾ, ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് കയറ്റുന്ന ഏത് ടീമാണോ ആ ആൾക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ ചൊല്ലിപ്പറ്റിയുള്ള ടാസ്കിനകത്തുള്ള വഴക്കുകളാണ്. ഇതിനകത്തൊരു വലിയ ഒരു ട്രോളി പെട്ടിയുണ്ട്. ഈ പെട്ടി ആദ്യമേ അപ്പാനി എടുത്തുകൊണ്ട് പോയി ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലായത് ഈ പെട്ടിക്കകത്ത് ഒരു 4 പാവയെങ്കിലും അവർക്ക് കയറ്റി വെക്കായിരുന്നു. ഇതും കൂടെ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ, ഇവർക്ക് കുറച്ചും കൂടി ജയിക്കാൻ പറ്റിയാണ്. അപ്പം അതിനെപ്പറ്റി ചൊല്ലിക്കൊണ്ട് റെനയും അനീഷും കൂടി ഇങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ബിഗ് ബോസ് ചോദിക്കുകയാണ്, ഒരു മിനിമം ലോജിക്കെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ പറക്കിയിടാനുള്ള ഒരു ബുദ്ധിയായിരിക്കാം ബിഗ് ബോസ് മിനിമം ലോജിക് എന്ന് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം ഇന്നത്തെ മോർണിംഗ് ഷോ. On the floor baby, hit it hard baby, rock the party baby, പറ്റൂല്ലെങ്കിൽ പോടി. മോർണിംഗ് തന്നെ ഇവരുടെ എല്ലാവരുടെയും ഈ കണ്ണട വെക്കാൻ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. ആ കണ്ണട എന്തിനാണ് വെക്കാൻ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായി കാണും, എന്നാലും ഞാൻ പറയാം. ഈ കണ്ണാടിയുടെ ഒരെണ്ണം ബ്ലൈൻഡ് ആണ് സാധനം. ഒരു സാധനം ബ്ലൈൻഡ് ആണ് മീൻസ് അതിൻ്റെ ഒരു ഇതിനകത്ത് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരെണ്ണം ബ്ലൈൻഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല തലവേദനിക്കും. കുറച്ച് നേരം അതിൽ നോക്കിയിരിക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് തലവേദനിക്കും. മാത്രമല്ല നമുക്ക് ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ ഒരു ബ്ലൈൻഡ്സ് എടുത്തു ഞാൻ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെച്ചു. ഒരു കണ്ണ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ ഇരിക്കും? എത്ര നേരം നമ്മൾ പിടിച്ചിരിക്കുന്നു? കുറേ സമയമാകുമ്പോൾ നമ്മൾ ഭയങ്കര മെൻ്റലി സ്ട്രെസ്ഡ് ആവും. ഈ ഒരൊറ്റ കേസിൽ ഭയങ്കര മെൻ്റലി സ്ട്രെസ്ഡ് ആവും. മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി. ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയിലാണ്. ഒരു കണ്ണ് അടച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ അത് ഭയങ്കര കഠിനമാണ്. 2 ദിവസമായി. അപ്പം ഈ മിഡ് വീക്ക് എവിക്ഷനിലുള്ളവർക്ക് ഇത് കൊടുത്തതിൻ്റെ ഉദ്ദേശം ഇവർ മെൻ്റൽ സ്ട്രെസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വിധം വിളിച്ച് പറയുകയും വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ണട ഇവരുടെ അടുത്ത് വെക്കണം, ഊരി മാറ്റരുതെന്ന് പറയുന്നത്. ഇതിങ്ങനെ വെച്ചപ്പോൾ ഒറ്റ കണ്ണ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ. സത്യം. അനീഷ് മോർണിംഗ് കിച്ചണിൽ തന്നെ ഒരു വഴക്കുണ്ടാക്കുന്നുണ്ട്. ഓവനിനകത്ത് അലുമിനിയം ഇത് കൊണ്ട് വെച്ച് ചൂടാക്കുന്നു. അപ്പോഴത്തേക്കും അത് കണ്ടുകൊണ്ട് വന്ന് ജിസേൽ എടുത്തുകൊണ്ട് പോകുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പ്രശ്നം നടക്കുന്നത്. ഞാൻ എപ്പിസോഡ് പറയുന്നില്ല, അത് കണ്ടിട്ടേ വന്ന് ഇത് കാണാവൂ. അപ്പോൾ ഇനി ഒരു പക്ഷേ അനീഷ് ഇത് അറിഞ്ഞുകൊണ്ട് വെച്ചതായിരിക്കാം, മനഃപൂർവ്വം എന്നിട്ട് ജിസേലിനെ വിളിച്ച് കാണിക്കാൻ വേണ്ടി പ്ലേ ചെയ്തതും ആയിരിക്കാം. സാധാരണക്കാർക്ക് ഓവനി വെക്കാൻ അറിയില്ല, സാധാരണക്കാർക്ക് ഓവനില്ല, മനഃപൂർവ്വം എന്നെ വലിച്ചഴിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഈ ഓവന്റെ പ്രശ്നത്തിൽ എനിക്കറിയില്ല, എനിക്കറിയാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ മൊത്തം പ്രശ്നം അവിടെ ഉണ്ടാക്കി. സാധാരണക്കാരുടെ വീട്ടിൽ ഓവൻ ഇല്ല എന്ന് പറയുന്ന ഒരു കോമണർക്കാരന് ഇത് ആൾക്കാരുടെ ഇടയിൽ വർക്കൗട്ട് ആവും. ഈ സാധനം അനീഷോട് പ്രയോഗിച്ചു. അതിനെപ്പറ്റി ചൊല്ലി പിന്നീട് അവിടെ സരിക വരികയും അത് ഇഷ്യൂ ആകുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് ഇവിടെ കിച്ചണിലെ കാര്യം നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനീഷ് വീണ്ടും കത്തിക്കയറി. ഷാനവാസും അനീഷും തമ്മിലൊരു വഴക്കായി. ഈ വഴക്ക് നടന്നുകൊണ്ടിരിക്കെ അക്ബറും ഷാനവാസും കൂടി വഴക്കായി. കാരണം അക്ബറിന്റെ ടീമാണ് കിച്ചൺ ടീം. അക്ബറിന് ഓൾറെഡി ഷാനവാസിന്റെ അടുത്ത് നല്ല കലിപ്പുണ്ട്. ഷാനവാസ് അനീഷിന്റെ ഉടക്കാൻ പോയപ്പോഴത്തേക്കും അനീഷ് അക്ബറിന്റെ ടീമിലുള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അക്ബർ കയറി ഉടക്കി. ഷാനവാസും അക്ബറും കൂടി നല്ല പൊരിഞ്ഞ വഴക്കായി. ഇത് കണ്ടുകൊണ്ട് അപ്പാനി വന്നു. അപ്പാനിയുടെ ചങ്കാണല്ലോ. അപ്പാനിയുടെ അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതുവരെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പാനി. ഒരു അക്ഷരം കമാഷിമ മിണ്ടുന്നില്ല. അക്ബറിന്റെ കൂടെ എന്താ നിമിഷത്തിൽ വഴക്കുണ്ടാക്കാൻ ഈ പറയുന്ന ഷാനവാസ് പോയോ, ആ സമയത്ത് അപ്പാനി ഇറങ്ങി വന്നത് നീ മാറടാ ഷാനവാസ്, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ, അങ്ങനെ പറയണ്ടെന്നൊക്കെ പറഞ്ഞ് ഷാനവാസും അപ്പാനിയുടെ വഴക്കായി.
അപ്പൊ അക്ബറിന് വേണ്ടിയിട്ടാണ് അവിടെ അപ്പാനി വന്നത്. അതിൻ്റെ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ കറങ്ങി കറങ്ങി നടന്ന അപ്പാനിയാണ് നമുക്ക് എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിനിടയിൽ കൂടെ ഒനിയിൽ വന്നിട്ട് അക്ബറിന്റെ മണ്ടയിൽ കയർത്ത് അക്ബർ ചീത്ത വിളിക്കുന്നുണ്ട്, നീ പോടാ മലരെ എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ട്. ഇത് ഇവർ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഇവൻ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷമാണ് അപ്പാനി പുറത്തിരുന്ന് പറയുന്നത്, എന്ത്, അക്ബറെ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടപ്പോൾ എനിക്കങ്ങ് കുരുപൊട്ടി എനിക്ക് വന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പാനി എന്തിനിവിടെ വരുന്ന വേറൊരാൾ ഉപദ്രവിക്കുമ്പോൾ കുരുപൊട്ടി വരാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കട്ടെ, അവർ തമ്മിൽ തുടങ്ങിയതാണ്. ഇതിനകത്ത് അപ്പാനിക്ക് യാതൊരുവിധ പങ്കുമില്ല. പക്ഷെ അപ്പാനി വഴക്ക് കൂടെ വന്നപ്പോൾ ഷാനവാസ് എന്ത് ചെയ്തു? ഗ്രൂപ്പിസം കാണിക്കുന്നു. അവന് വേണ്ടി നീ ഇപ്പൊ സംസാരിക്കാൻ വന്നത് തന്നെ ഗ്രൂപ്പിസമാണ്. ഈ സാധനം എടുത്തിട്ടു. 2 പേരുടെയും ഗെയിം അവിടെ പൊളിഞ്ഞു. പക്ഷെ അക്ബർ അത് അലക്കി വെളുപ്പിക്കാനെങ്കിലും നോക്കുന്നുണ്ട്. അപ്പാനി ദയവ് കരുതി നീ എൻ്റെ കാര്യത്തിൽ ഇടപെടല്ലേ എന്നൊരു സാധനം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പാനി കേൾക്കുന്നില്ല. അപ്പാനി അക്ബറിനെ കൂട്ടുപിടിച്ച് അയൽക്കൂട്ടമാക്കി അതിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുവാണ്. ദെൻ മിഡ് വീക്ക് സസ്പെൻഷൻ. ഓരോ കണ്ടസ്റ്റൻസും 2 പേരെ വെച്ച് സെലക്ട് ചെയ്ത് അവരാണ് ഇനി ടാസ്കുകളൊക്കെ ചെയ്യാനുള്ളത്. അതിനകത്തും രേണു പെട്ടുപോകുന്നു. ബിൻസിയെയും ഷൈത്തിയെയും അവസാനമാണ് ചൂസ് ചെയ്യാൻ കിട്ടുന്നത്. റന ജിസേലിനെയും ആര്യനെയും തന്ത്രപൂർവ്വം സെലക്ട് ചെയ്യുന്നതാണ്. 2 പേരും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. സോ ഫിസിക്കലി വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമല്ലോ. ഷാരിക ബിന്നി അറിയാമല്ലോ, അവിടുത്തെ ലേഡി ബി പോലെയാണ് നടക്കുന്നത്. അപ്പോൾ ബിന്നിയും ആദിലും നൂറയും പറ്റും എന്നൊരു സാധനത്തിലാണ്. ഒനിയിൽ അക്ബറിനെയും ഷാനവാസിനെയും തന്ത്രപൂർവ്വം 2 മല്ലന്മാരാണ് എനിക്ക് ഉപയോഗപ്പെടും. അനീഷ് അപ്പാനിയും അനുമോളെയും വേറെ ഒരു നിവർത്തിയില്ല. ഇത്തിരി ഉള്ളതിൽ ഒരു അലിവ് കാണിക്കുന്ന അനുമോളാണ്. പിന്നെ അപ്പാനി ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെ കൂടെ നിൽക്കുമായിരിക്കുന്ന ഒരു മൈൻഡിൽ അപ്പാനിയെ ചൂസ് ചെയ്തു. സരിക നെവിനെയും അഭിലാഷിനെയും ചൂസ് ചെയ്തു. ഇതിനകത്ത് ഇവരാണ് ടാസ്ക് ചെയ്യാനുള്ള. ഈ മിഡ് വീക്കിൽ ഇവർ പുറത്ത് പോകണോ, സസ്പെൻഡ് ആക്കണോ, വീടിനകത്ത് നിർത്തണോ എന്നുള്ളത് ഈ സഹായികൾക്ക് തീരുമാനിക്കാം. അവരിതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചാൽ ഇവർ പുറത്തു പോകും. പക്ഷെ അങ്ങനെ ആരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചില്ല. ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഷൈത്തയും ബിൻസിയും കൂടെ അതിനകത്തൊരു സംഭവം എടുത്തത്, നമ്മൾ അവസാനമാണ് രേണു ചേച്ചിക്ക് നമ്മൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് രേണു നമ്മുടെ പേര് പറഞ്ഞത്. നമ്മൾ ഇതിനകത്ത് ജയിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് 2 പേര് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഈ ടാസ്കിൽ കളത്തിൽ ഇറങ്ങാവുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ കോയിൻ വേട്ട എന്ന് പറയുന്ന ടാസ്കിൽ ടിക്കറ്റ് ഫിനാലെ പോലെയാണ് ഇന്നത്തെ ടാസ്കിന്റെ പോയിന്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വന്നത്. ഈ ടാസ്കിനകത്ത് ഷൈത്യ ഇറങ്ങി സൂപ്പർ പെർഫോമൻസ് എന്നേ ഷൈത്യയുടെ പറയാൻ പറ്റുള്ളൂ. കാരണം 13 കോയിൻസ് ഷൈത്യ വാശിയോടെ നിന്ന് നമുക്കത് ചെയ്യണമെന്നൊരർത്ഥത്തിൽ രേണുവിനെടുത്ത് കൊടുത്തു. അതേസമയം അനീഷിന്റെ കേസിലാണ് പാളിപ്പോയത്. കാരണം അതിനകത്ത് കുറച്ച് നിബന്ധനകളൊക്കെ വെച്ച് ഈ പൂട്ട് തുറന്ന് അതിനകത്തുള്ള ഗ്ലൗസും നീ പാഡുകളും എൽബോ പാഡും എല്ലാം കെട്ടിയിട്ടേ ഒരു മഡ്പൂളാണ്, ഒരു എന്താ പറയുക, ഒരു ചെളിക്കുണ്ടാണ്. അപ്പൊ ആ ചെളിക്കുണ്ടിൽ ഇറങ്ങി കോയിൻസ് എടുക്കണം. അതാണല്ലോ ടാസ്ക്. അപ്പൊ ഇത് എടുക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരാൻ ഇവർക്ക് താക്കോലിട്ട് പൂട്ട് തുറക്കാൻ പരിപാടി നടക്കുന്നില്ല. പക്ഷെ അവിടെ എനിക്ക് അനീഷിന്റെ ഒരു സാധനം ഇഷ്ടപ്പെട്ടു. പൊതുവേ ഞാൻ അനീഷിന്റെ കുറെ നെഗറ്റീവ് പറയുന്നെങ്കിലും അവിടെയും സ്വന്തം കാര്യം വന്നപ്പോൾ പോലും അനീഷ് എന്ത് ചെയ്യുന്നറിയാവോ, അനു നീ അത് ചെയ്തിട്ടില്ല, കയ്യിലിത് വെച്ചില്ല, കാലിത് വെച്ചില്ല, ഗ്ലൗസ് വെച്ചില്ല, അനു ഒന്ന് ചെയ്യും എടുത്ത് ചാടും. ഇല്ല അനു തിരിച്ചു വരുവാണ്, വരും, സാധനങ്ങൾ വെച്ച് മൊത്തം കംപ്ലീറ്റ് ആയി വീണ്ടും ചാടും. അനു ശരിയല്ല, ഒന്നും കൂടി ഇടാണ്ട്. അങ്ങനെ അത് എനിക്ക് അനീഷിന്റെ ക്വാളിറ്റിയിൽ ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യവും അനീഷ് അവിടെ ക്യാപ്റ്റനായിട്ട് നടന്ന് ഭയങ്കര ഓവർ ഡോമിനേറ്റിംഗ് കാണിച്ചെങ്കിലും സ്വന്തം കാര്യം വന്നപ്പോഴും അത് ചെയ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ സാധനം ഈ അപ്പാനിക്കും അനുവിനും ഈ പറയുന്ന അനീഷിനല്ലാതെ വീട്ടിൽ വേറെ ആർക്കും അറിയത്തില്ല. കാരണം എല്ലാവരും ആ സമയത്ത് ടാസ്കിന്റെ ഇതിൽ നടക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയത് റെനയ്ക്കാണ്. ആര്യനും ജിസേലും കൂടെയാണ് റെനയ്ക്ക് പോയത്. ആര്യനാണ് മഡ്പൂളിൽ ഇറങ്ങി പറക്കി കൊടുത്തത്. അപ്പം 15 കോയിൻസ് റെനയ്ക്ക് കിട്ടിയതുകൊണ്ട് റെനയ്ക്ക് 6 പോയിന്റും 14 കോയിൻസ് സരികയ്ക്ക് കളക്ട് ചെയ്ത് കൊടുത്തു. അഭിലാഷും നെവിനും കൂടി. നെവിനാണ് ഇറങ്ങിയത് കളത്തിൽ. നെവിൻ 14 എണ്ണം കറക്കി കൊടുത്തു. നെവിൻ കിടന്ന് ഉരുളുമായിരുന്നു. മാസ്മരിക പെർഫോമൻസ് ആയിരുന്നു നെവിൻ്റെയും. എല്ലാവരെയും കേട്ടോ, ഒരാളെ നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. ആ മഡ്പൂളി വീണ എല്ലാവരും മാസ്മരിക പെർഫോമൻസ് ആയിരുന്നു. അത്രയ്ക്ക് അവർ കഷ്ടപ്പെട്ടു. സരികയ്ക്ക് 14 എണ്ണം എടുത്ത് കൊടുത്തത് കൊണ്ട് തന്നെ സരികയ്ക്ക് 4 പോയിന്റുകൾ അല്ല 5 പോയിന്റുകൾ കിട്ടി. അടുത്ത് രേണുവിന് 13 എണ്ണം കളക്ട് ചെയ്ത് കൊടുത്തു ഈ പറയുന്ന ഷൈത്യ. അതുകൊണ്ട് അവക്കും കിട്ടി 4 പോയിന്റ്. ഒനിയിലിന് 12 എണ്ണം കളക്ട് ചെയ്ത് കൊടുത്തു. ഷാനവാസും അക്ബറും കൂടി. അക്ബറാണ് കളിക്കളത്ത് ചെയ്യുന്നത്. കലിയൊന്നും കാണിച്ചില്ല അക്ബർ. രാവിലെ വരുന്നതിന് അങ്ങോട്ടും ചീത്ത വിളി വരെ ആയതാണ്. അപ്പൊ ആ സാധനം വെച്ച് പകരം വീട്ടിയാൽ ശരിയാവൂല എന്ന് അക്ബറിനും തോന്നിക്കാണും.
ഒനിയിൽ അതുകൊണ്ടായിരിക്കാം തന്ത്രപൂർവ്വം സെലക്ട് ചെയ്തത്. അവൻ്റെ അടുത്ത് പക എന്തായാലും വീട്ടത്തില്ല, കാരണം പക വെട്ടിക്കഴിഞ്ഞാൽ അവനെ നെഗറ്റീവ് വരുള്ളൂ. ഒനിയിലും ബുദ്ധിയോടെ കളിച്ചു, അക്ബറും തിരിച്ച് അതേ ബുദ്ധി തിരിച്ച് പ്രയോഗിച്ചു. അങ്ങനെ ഒനിയിലിന് 12 എണ്ണം അക്ബർ കളക്ട് ചെയ്ത് കൊടുത്ത് 3 പോയിന്റ്. അടുത്ത് ഷാരികയ്ക്ക് 9 എണ്ണം കളക്ട് ചെയ്ത് കൊടുത്തു. ആദില, നൂറയും ബിന്നിയും കൂടി. ആദിലയാണ് കളത്തിൽ ഇറങ്ങിയത്, 2 പേർക്ക് ഇറങ്ങാൻ പറ്റില്ല. ആദിലയ്ക്ക് നൂറയ്ക്കോ ഒരാൾ. ആദിലയാണ് ഇറങ്ങിയത്, 2 പോയിന്റ്. അനീഷിന്റെ കേസിൽ ലാസ്റ്റ് മൊത്തത്തിൽ 6 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. 3-ാമത്തെ മിനിറ്റിൽ എന്തോ ആണ് അനു ആ പൂട്ടൊക്കെ തുറന്ന് എല്ലായിട്ട് സെറ്റായി വരുന്നു. അപ്പൊ എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് സമാധാനത്തിൽ മെതുവ പതുക്കെ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും അനീഷിന് 3 കോയിൻസ് കളക്ട് ചെയ്ത് കൊടുക്കാൻ അനുവിന് പറ്റുന്നുള്ളൂ. കാരണം ആ സമയത്ത് കോയിൻ തീർന്ന് എല്ലാവരും പറക്കിയെടുത്ത് അനീഷിന് 1 പോയിന്റും കിട്ടുന്നു. ഇതാണ് ആ ടാസ്കിനകത്ത് നടക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ജിസേലിന്റെ ഒരു ഡ്രസ്സിന്റെ ഇഷ്യൂ വരുന്നത്. ജിസേലിന്റെ ഡ്രസ്സ് കീറിയതുമായിട്ട് ബേസ് ചെയ്തിട്ട് ജിസേൽ വേറെ ഗ്രാൻഡ് ലോഞ്ചിൽ നിന്ന് കൊടുത്തുവിട്ട ഡ്രസ്സുകൾ ഇപ്പോഴും പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇന്നർ വേറെ ഒക്കെ എടുത്തിടുവാണ്. ഇതുമായിട്ട് പറഞ്ഞു ചൊല്ലി വഴക്കായി അനു ഇതുമായിട്ട് പറയുമ്പോഴത്തേക്കും നെവിന്റെ കേസും കൂടി ഇതിനിടയ്ക്ക് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നീ ആരുടെയും ഡ്രസ്സിൽ കയറി ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ റൈറ്റ്സ് ആണ്, നീ ഇവിടുത്തെ അമ്മുമ്മയൊന്നും അല്ലല്ലോ, നീ ഹൈറ്റിൽ എന്നെ പോലെ ഹൈറ്റും വെയിറ്റും നിനക്കല്ലല്ലോ, നീ ചെറുതല്ലേ, നമുക്ക് അതുപോലെ അല്ല എന്ന് പറയുന്ന സാധനം അനുവിന് ഹേർട്ടായി അനു പോയിരുന്ന് കരയാണ്. നീ ഹൈറ്റിനെ കുറിച്ചും വെയിറ്റിനെ കുറിച്ചൊന്നും പറയണ്ട, എപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അനു പോയിരുന്ന് കരയുന്നു. അതൊന്ന് അനുവിന് വോട്ടായിട്ട് കൺവേർട്ടായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ രാത്രിയിൽ നടക്കുന്ന സംഭവമാണ് രേണുവും ഷാരികയും കൂടി അക്ബറിൻ്റെ അടുത്ത് ഇപ്പോഴും ഷാരിക ഇളക്കി വിടുവാണ്. അക്ബറിൻ്റെ അടുത്ത് നീ കലിപ്പ് കാണിക്കണം. രേണു ഒരുവിധം ഒന്ന് ഒതുങ്ങി, ഇന്നലെ കൺഫഷൻ റൂമിൽ നിന്നൊക്കെ ഒതുങ്ങിയിരുന്നതാണ് നമ്മൾ കണ്ടതാണ്. ഷാരിക ഇളക്കിയിട്ട് ഞാനാണെങ്കിൽ പുറക്കത്തില്ല, എന്നെ സെറ്റ് ടാങ്കെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അക്ബർ പിന്നീട് കൺവിൻസ് ചെയ്യാനായിട്ട് ചപ്പാത്തിയൊക്കെ കൊണ്ട് ലവിന്റെ ഷേപ്പിൽ കൊണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ രേണു ഷാരിക പറഞ്ഞ സാധനം വെച്ച് അമ്പിനും വില്ലിനും എടുക്കാതെ നിൽക്കുന്നുണ്ട്. പിന്നീടാണ് സ്റ്റോറി വരുന്നത്. എൻ്റെ പൊന്നെ, എന്നാലും കുഴപ്പമില്ല, സ്റ്റോറി നല്ല രസമുണ്ട്. ഒരിടത്തൊരിടത്തെന്നാണ് സ്റ്റോറിയുടെ പേര്, അല്ല ഈ ടാസ്കിൻ്റെ പേര്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ബൗൾ ഉണ്ടാവും, അവിടെ പോയി ഇന്ന് 3 പേർക്കേ കഥ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആർക്ക് വേണോ പറഞ്ഞോ, അവിടെ പോയി ഇരിക്കുക. ബസറടിക്കും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് പറയുക, ഓരോ ചിറ്റ് വീതം എടുക്കുക, ചിറ്റിനകത്തുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് പറയുക, ബസറടിക്കുക, അപ്പോൾ അടുത്തത് എടുക്കുക. അതാണ് ടാസ്ക്. കൊള്ളാം. ഷാരികയും രേണുവും ഓനിയലും ആയിരുന്നു. അവരുടെ കാര്യം വലിയ ലാഗില്ല, എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ കേട്ടോണ്ടിരിക്കേണ്ട ഗതികേട് വന്നില്ല, ലാഗില്ലായിരുന്നു. ഓക്കെ, അതങ്ങ് തീർന്നു കിട്ടി. ഇതേ സമയമാണ് ഈ പറയുന്ന ജിസേലിൻ്റെ സാധനങ്ങൾ ജിസേൽ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. ജിസേൽ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ മേക്കപ്പ് സാധനങ്ങൾ, കൺസീലറുകൾ, ഈ പെർഫ്യൂം, ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞ് മടുത്തത് കൊണ്ട് സ്റ്റോർ റൂം വഴി ക്രൂ മെമ്പേഴ്സിനെ വിട്ടിട്ടുണ്ട്. ക്രൂ മെമ്പേഴ്സ് വന്ന് ജിസേലിന്റെ റാക്ക് വലിച്ചു തുറന്ന് എല്ലാ സകലമാന സാധനങ്ങളും ബിഗ് ബോസ് കൊടുത്താൽ ഇതിനകത്ത് വളയുണ്ടായിരുന്നു, ബാൻഡ് ഉണ്ടായിരുന്നു, പെർഫ്യൂം, 3 ഇന്നേഴ്സ്, ഇതെല്ലാം പറക്കി കൊണ്ടുപോയി. ജിസേൽ ഇത് അറിഞ്ഞിട്ടില്ല. ഇനി പിന്നീട് എന്താകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. രാത്രി അനീഷ് വന്ന് ഷാരികയുടെ അടുത്ത് ഒരു മാപ്പ് പറയുന്നുണ്ട്. എന്തിൻ്റെ കേസിലാണെന്ന് അറിയത്തില്ല. ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഷാരിക ഈ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ കേസിൽ എന്തോ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അനീഷ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒന്ന് സോറി പറഞ്ഞത്. 2 പേരുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ കഴിയുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഓവറോൾ റിവ്യൂ. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര വലിയ കണ്ടന്റ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കാരണം വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ് എനിക്ക് ലൈവ് അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യാൻ പോലും ഒരു വീഡിയോ പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് ഇടാത്തത്. ഞാൻ മൊത്തം കണ്ടുകൊണ്ടാണ് ഇരുന്നത്. ലൈവ് അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യാൻ പോലും ഒന്നും തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. എന്തായാലും ജിസേലിനൊരു വാണിംഗ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു ഹൈലി വാണിംഗ് ഓർ മേ ബി എ കാർഡ് ഓർ മേ ബി 2 weeks നോമിനേഷൻ അങ്ങനെ എന്തെങ്കിലും വരും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ സീക്രട്ട് റൂം ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ഷാനവാസ് ആണ് ഇന്നത്തെ ഗെയിമിനകത്തെ 2 പേരുടെ മുഖം വലിച്ചു കീറി മുന്നേക്ക് പോയതും. അപ്പാനി ഭയങ്കര ഡൗൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒള്ളി അക്ബറിന്റെ കേസിൽ മാത്രം അങ്ങനെ ഒതുങ്ങി പോകുന്നത് അപ്പാനിക്ക് തന്നെ നെഗറ്റീവ് ആവും. അതിൽ നിന്ന് മുക്തിയായി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നാളത്തെ എപ്പിസോഡുകളും ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.